ഹായ്, എൻ്റെ പേര് അഖില. ഞാൻ വിസ റൂട്ട്സിൽ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. വിസ റൂട്ട്സ് ഒരു ട്രാവൽ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. നമ്മളിവിടെ എല്ലാ കൺട്രീസിലോട്ടുള്ള വിസ സർവീസസ്, അതുപോലെ തന്നെ ടിക്കറ്റിങ്, ഇൻഷുറൻസ്, അസിസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ക്വാളിഫൈഡ് ആയിരിക്കുന്നത് യുകെയിൽ എംപ്ലോയ്മെൻറ്റ് വിസ കാറ്റഗറിയിൽ നിൽക്കുന്ന, അതായത് സ്കിൽഡ് വർക്കർ വിസ കാറ്റഗറിയിൽ നിൽക്കുന്ന ആപ്ലിക്കൻറ്റിൻ്റെ പാർട്ട്ണറെയും കുട്ടികളെയുമാണ്. ചിൽഡ്രൻ ബിലോ 18 ആണ് ഡിപ്പെൻഡൻറ്റ് കാറ്റഗറിയിൽ എലിജിബിൾ ആയിട്ടുള്ളൂ. അതുപോലെ തന്നെ നമുക്കിവിടെ വിസ റൂട്ട്സിൽ ഒത്തിരി ആപ്ലിക്കൻസ് ചോദിക്കാറുണ്ട്, പാരൻസിനെ യു കെയിലോട്ട് ഫിനാൻഷ്യലി സ്പോൺസർ ചെയ്യാനായിട്ട് പറ്റുമോ, ഡിപ്പെൻഡൻറ്റ് വിസയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റുമോ എന്ന്. പക്ഷേ അവരെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നത് വിസിറ്റ് വിസ കാറ്റഗറിയിൽ മാത്രമാണ്. ഡിപ്പെൻഡൻ്റ് ആയിട്ട് എലിജിബിൾ ആയിട്ടുള്ളത് യു കെയിൽ വർക്ക് ചെയ്യുന്നവരുടെ പാർട്ട്ണറും കുട്ടികളും മാത്രമാണ്. ഡിപ്പെൻഡൻറ്റ് വിസ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് യു കെ ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയാണ് വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങളൊരു സെറ്റ് ഓഫ് ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനായിട്ടുണ്ട്. ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്തെല്ലാം റെഡിയായി കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാം. ഫില്ല് ചെയ്തതിന് ശേഷം ഫീസ് കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് ഓൺലൈൻ പേ ചെയ്യാം. വിസ ഫീസ് പേ ചെയ്യാനുണ്ട്, അതുപോലെ ഒരു ഹെൽത്ത് സർചാർജ് പേ ചെയ്യാനുണ്ട്. ഹെൽത്ത് സർചാർജ് എന്ന് പറയുന്നത് ആപ്ലിക്കബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് മാത്രം പേ ചെയ്താൽ മതി. ഈ 2 ഫീസും ഓൺലൈനായിട്ട് പേ ചെയ്ത് ആപ്ലിക്കേഷൻ സബ്മിഷൻ നിങ്ങൾ ഒരു വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ അപ്പോയിൻമെൻറ്റ് എടുക്കുക. ഇന്ത്യയിലുള്ളവർ നോർമലി VFS സെൻറ്ററിലാണ് അപ്പോയിൻമെൻറ്റ് എടുക്കുന്നത്. നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റിൽ അപ്പോയിൻമെൻറ്റ് എടുക്കാം. ആ ഒരു ഡേറ്റിൽ ഒറിജിനൽ പാസ്പോർട്ട് ക്യാരി ചെയ്ത് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഈ റെഡി ആയിട്ടുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്പോയിൻമെൻറ്റിന് പോകുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് ക്യാരി ചെയ്ത് കൊണ്ടുപോകാവുന്നതാണ്. ബയോമെട്രിക്കിന് പോകുന്ന സമയത്തിലേക്ക് ഈ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയായാൽ മതിയായിരിക്കും. നിങ്ങൾ ആപ്ലിക്കേഷൻ വെച്ചതിന് ശേഷം UKVIക്ക് എന്തെങ്കിലും നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ആണെങ്കിൽ ഹോം ഓഫീസിൻ്റെ സൈഡിൽ നിന്നും നിങ്ങളെ ഒരു ഇമെയിൽ വഴിയായിരിക്കും അവർ കോൺടാക്റ്റ് ചെയ്യുന്നത്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കാൻഡിഡേറ്റ്സുമായിട്ട് അവർ ഇൻ്റർവ്യൂവും കണ്ടക്ട് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇമെയിൽ ത്രൂ അവർ എപ്പോഴായിരിക്കും ഇൻ്റർവ്യൂ, ഡേറ്റ്, ടൈം, കാര്യങ്ങളെല്ലാം പറയും. എല്ലാവർക്കും ഇൻ്റർവ്യൂ റിക്വയർഡ് അല്ല. ചില സാഹചര്യങ്ങളിൽ മാത്രം UKVI ഇപ്പം ഇൻ്റർവ്യൂ സജസ്റ്റ് ചെയ്യാറുണ്ട്. ആ ഒരു കൺവീനിയൻറ്റ് ടൈമും ഡേറ്റും നോക്കിയിട്ട് കാൻഡിഡേറ്റ് അതിന് അവൈലബിൾ ആവുക. നോർമലി ഒരു വിസയുടെ പ്രോസസ്സിംഗ് ടൈം വരുന്നത് 3 വീക്സ് ആണ്. ഓൾമോസ്റ്റ് 14 വർക്കിംഗ് ഡേയ്സ് ആണ് എടുക്കുന്നത്. ആ ഒരു ടൈം ഫ്രെയിം കാൽക്കുലേറ്റ് ചെയ്യുന്നത് നിങ്ങൾ VFSൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ ബയോമെട്രിക് കൊടുത്തതിന് ശേഷം അന്ന് മുതലുള്ള ടൈമാണ് നോക്കുന്നത്. അതല്ല, നിങ്ങൾക്ക് പെട്ടെന്നൊരു വിസയുടെ ഡിസിഷൻ ആകണമെങ്കിൽ പ്രയോറിറ്റി വിസ നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഓൺലൈനായിട്ട് നിങ്ങൾ അടയ്ക്കുന്ന ഫീസ് കൂടാതെ അഡീഷണലി ഒരു £500 കൂടി നിങ്ങൾ പേ ചെയ്യാനുണ്ട്. അത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് തന്നെ വിസ ആപ്ലിക്കേഷൻ സെൻറ്റർ VFSൻ്റെ സൈറ്റിൽ പേ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെൻറ്ററിൽ എത്തിയതിന് ശേഷം ആ പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നീട് നിങ്ങൾക്ക് വിതിൻ എ ഡേ ഡിസിഷൻ അറിയണമെങ്കിൽ സൂപ്പർ പ്രയോറിറ്റി വിസയുടെ ഓപ്ഷൻ ഉണ്ട്. അതിന് അഡീഷണലി ആവുന്നത് £1000 ആണ്. നിങ്ങൾ നോർമലി അടയ്ക്കുന്ന ഫീസും അതുപോലെ ഹെൽത്ത് സർചാർജ് അങ്ങനെയുള്ള പേയ്മെൻറ്റുകൾ കൂടാതെ അഡീഷണലി ഒരു £1000 കൂടി നിങ്ങൾ സൂപ്പർ പ്രയോറിറ്റിക്ക് അടയ്ക്കണം. ഇത്രയുമാണ് നിങ്ങൾക്ക് ഈ ഒരു ലെങ്തി പ്രോസസ്സ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഈ പ്രയോറിറ്റി വിസയും സൂപ്പർ പ്രയോറിറ്റി വിസയുമാണ്. ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് മെയിനായിട്ടും ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നിങ്ങളുടെ പാസ്പോർട്ടാണ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. അഡീഷണലി വേണ്ടത് ട്യൂബർക്ലോസിസ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ടാണ്. TB നെഗറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്ന് ട്രാവൽ ചെയ്യുന്നവരൊക്കെ TBയുടെ ടെസ്റ്റ് മാൻഡേറ്ററി ആയിട്ടും എടുക്കുക. എല്ലാ കൺട്രികളിൽ നിന്നും ട്രാവൽ ചെയ്യുന്നവർക്ക് TB റിക്വയർഡ് അല്ല. സെർട്ടൈൻ കൺട്രീസ് ഉണ്ട് TB റിക്വയർഡ് അല്ലാത്തത്. ഫോർ എക്സാമ്പിൾ GCC, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, കാനഡ. നമുക്ക് UKVIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഏതൊക്കെ കൺട്രീസിനാണ് TB റിക്വയർഡ് ആണെന്നുള്ളതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കൺട്രിക്ക് TB റിക്വയർഡ് ആണോ എന്നുള്ളത് ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഏതാണ് ഹോസ്പിറ്റൽ എന്നും ഓൺലൈനായിട്ട് നിങ്ങൾക്കത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നിന്ന് വിസ അപ്ലൈ ചെയ്യുന്നവർക്ക് നമുക്കിവിടെ UKVI അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ എറണാകുളം അമൃതയും അതുപോലെ ട്രിവാൻഡ്രം കിംസ് ഹോസ്പിറ്റലുമാണ്. ഏകദേശം ഒരു 2500 മുതൽ 3000 വരെയുള്ള ചാർജുകളാണ് ഈ ഒരു TBയുടെ ടെസ്റ്റിനും അതുപോലെ TBയുടെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യാനായിട്ടും അവർ മേടിക്കുന്നത്. എല്ലാ ആപ്ലിക്കൻസും മാൻഡേറ്ററി ആയിട്ടും TB എടുക്കണം. കുട്ടികളും എല്ലാവരും എടുക്കേണ്ടതാണ്. ചിൽഡ്രൻ അണ്ടർ 11 വരുന്നവർ TBയുടെ
ചെസ്റ്റ് എക്സ്റേ റിക്വയർഡ് അല്ല അവർക്കൊരു മെഡിക്കൽ എക്സാമിനേഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാവരും ഡയറക്റ്റ് ഹോസ്പിറ്റലിൽ ചെന്ന് വിസിറ്റ് ചെയ്തിട്ട് ഈ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടതാണ്. പിന്നെ അഡീഷണലി വരുന്ന ഡോക്യുമെൻ്റ് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആണ്. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റും എല്ലാവർക്കും മാൻഡേറ്ററി അല്ല. അതും നിങ്ങളുടെ ആപ്ലിക്കൻ്റ്, അതായത് നിങ്ങളുടെ സ്പൗസ് UK ഏതാണോ വിസ കാറ്റഗറിയിൽ വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ PCC റിക്വയർഡ് ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. ഹെൽത്ത് കെയർ, അതുപോലെ ടീച്ചിങ് പ്രൊഫഷൻ, സോഷ്യൽ വർക്കർ ഇങ്ങനെയുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവരാണ് നിങ്ങളുടെ സ്പൗസ് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ PCC എടുക്കേണ്ടതാണ്. നിങ്ങളുടെ നാഷണാലിറ്റി കൺട്രി എന്നുള്ള PCC, അതുപോലെ നിങ്ങൾ നാഷണാലിറ്റി കൺട്രി അല്ലാതെ വേറെ ഏതെങ്കിലും കൺട്രിയിലൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ട്, 11 മന്ത്സിൽ കൂടുതൽ നിങ്ങൾ ആ കൺട്രിയിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കൺട്രി എന്നുള്ള PCCയും എടുക്കുക. നിങ്ങൾക്ക് PCC ഇന്ത്യയിലുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്ര ത്രൂ PCC അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓരോ കൺട്രിയുടെയും PCCയുടെ വാലിഡിറ്റി കാര്യങ്ങളെല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. ഇന്ത്യയിലുള്ളവരുടെ PCCയുടെ വാലിഡിറ്റി വരുന്നത് 6 മന്ത്സ് ആണ്. അതുപോലെ UK വർക്ക് ചെയ്യുന്ന നിങ്ങളുടെ സ്പൗസിൻ്റെ സൈഡിൽ നിന്ന് വേണ്ട ഡോക്യുമെൻറ്റ്സ്, അവരുടെ പാസ്പോർട്ട്, അതുപോലെ അവരുടെ സൈഡിൽ നിന്ന് സ്പോൺസറുടെ അല്ലെങ്കിൽ അവരുടെ എംപ്ലോയറുടെ സ്പോൺസർഷിപ്പ് ലെറ്റർ, അതുപോലെ അവർ UK നിൽക്കുന്നതിൻ്റെ ID പ്രൂഫ്, റെസിഡൻറ്റ് പെർമിറ്റ് കാർഡ് സബ്മിറ്റ് ചെയ്യാം. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് അവരുടെ സൈഡിൽ നിന്ന് വേണ്ടത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഒരു ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് ആക്ച്വലി റിക്വയർഡ് അല്ല, പ്രത്യേകിച്ചും നിങ്ങളുടെ സ്പൗസ് UK സ്കിൽഡ് വർക്കർ വിസ കാറ്റഗറിയിലാണ് നിൽക്കുന്നതെങ്കിൽ. പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങളൊരു ഫാമിലി വിസ ആപ്ലിക്കേഷനൊക്കെ സബ്മിറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു സെറ്റിൽമെൻറ്റ് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ലാംഗ്വേജ് റിക്വയർമെൻറ്റ് നിങ്ങൾക്ക് മീറ്റ് ചെയ്യാനുണ്ട്. പക്ഷേ ഈ ഒരു ഡിപ്പെൻഡൻറ്റ് വിസയ്ക്കായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ റിക്വയർമെൻറ്റ് ഇല്ല. അത് UK പോലെ ഒരു കൺട്രിയിലെ ഒരു ആഡഡ് അഡ്വാൻറ്റേജ് ആണ് ആക്ച്വലി ഇംഗ്ലീഷ് ലാംഗ്വേജ് മീറ്റ് ചെയ്യേണ്ട എന്നുള്ളത്. നിങ്ങൾക്ക് UK ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് പോകണം എന്നുണ്ടെങ്കിൽ മാരേജ് ചെയ്യണം എന്നുള്ളത് മാൻഡേറ്ററി അല്ല. നിങ്ങളുടെ UK പാർട്ട്ണറായിട്ടുള്ള റിലേഷൻ ജെനുവിൻ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ലാസ്റ്റ് ഒരു 2 വർഷമായിട്ട് നിങ്ങൾ റിലേഷൻഷിപ്പിലാണ് നിങ്ങളുടെ പാർട്ട്ണറായിട്ടെങ്കിൽ നിങ്ങൾക്കത് പ്രൂവ് ചെയ്യാനായിട്ട് പ്രോപ്പർ എവിഡൻസസ് സബ്മിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് എലിജിബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടെനൻസി എഗ്രിമെൻറ്റോ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള അതോറിറ്റിയുടെ സൈഡിൽ നിന്നുള്ള ഡോക്യുമെൻറ്റുകളോ സബ്മിറ്റ് ചെയ്യാം. ആ ഡോക്യുമെൻറ്റിൽ നിങ്ങളുടെ പാർട്ട്ണറുടെയും നിങ്ങളുടെയും പേര് ഇൻക്ലൂഡഡ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ വെക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ വിസ ഫീസ് വരുന്നത് UK നിങ്ങളുടെ പാർട്ട്ണർ ഏത് ജോബ് കാറ്റഗറിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇമിഗ്രേഷൻസിനൊക്കെ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. 1 ഇയർ മുമ്പ് വരെയും ഷോർട്ടേജ് ഒക്യുപ്പേഷൻ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലായിരുന്നു ജോബ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് റീപ്ലേസ്ഡ് ആയിട്ട് ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിലാണ് ജോബ് ഉള്ളത്. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ നിങ്ങളുടെ പാർട്ട്ണറുടെ ജോബ് ഉണ്ടെങ്കിൽ ഒരു സെറ്റ് ഓഫ് ഫീസാണ് വരുന്നത്. ഇനി ആ ഒരു ലിസ്റ്റിൽ ഇല്ലാത്ത ജോബാണെന്നുണ്ടെങ്കിൽ വിസ ഫീസ് കുറച്ചുകൂടി കൂടുതലായിരിക്കും. അതെപ്പോഴും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ പാർട്ട്ണറുടെ ജോബ് കാറ്റഗറിയും അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുടെ സ്പോൺസർഷിപ്പിൻ്റെ ഡ്യൂറേഷൻ നോക്കിയിട്ട് മാത്രമേ നമുക്ക് എക്സാക്ട്ലി എത്ര ഫീസാണ് വരുന്നതെന്നുള്ളത് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. IHS ഫീ എല്ലാവർക്കും ആപ്ലിക്കബിൾ അല്ല. ഹെൽത്ത് കെയർ സെക്ടറിൽ വരുന്നവർക്ക് IHS ഫീ ആപ്ലിക്കബിൾ അല്ല. ബാക്കി എല്ലാ പ്രൊഫഷനിലും വരുന്നവർക്കും IHS ഫീ ആപ്ലിക്കബിൾ ആയിരിക്കും. അപ്പം നിങ്ങളുടെ പാർട്ട്ണർ ഏതാണോ ജോബ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും IHS ഫീ കാൽക്കുലേഷൻ വരുന്നത്. ഇയർലി 1035 പൗണ്ടാണ് IHS ഫീ വരുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുടെ വിസ ഏകദേശം 3 വർഷം വരെയാണെന്നുണ്ടെങ്കിൽ 3 വർഷത്തേനുള്ള IHS ഫീ ഡിപ്പെൻഡൻസും ഇവിടുന്ന് പേ ചെയ്തിട്ട് പോകണം. കുട്ടികളുടെ IHS ഫീസ് വരുന്നത് 775 പൗണ്ടാണ്. നിങ്ങൾ വേറൊരു കൺട്രിയിൽ നിന്നും വിസ ആപ്ലിക്കേഷൻ വെക്കുന്ന ടൈമിൽ നിങ്ങളുടെ കുട്ടി നാട്ടിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് നാട്ടിൽ നിന്നും പാരലി ആപ്ലിക്കേഷൻ വെക്കാവുന്നതാണ്. അങ്ങനത്തെ പല സിറ്റുവേഷൻസും നമുക്കും വരാറുണ്ട്. നമ്മളുടെ അടുത്തും ആപ്ലിക്കൻസ് ചോദിക്കാറുണ്ട്, ഞാൻ വേറൊരു കൺട്രിയിലാണ് വർക്ക് ചെയ്യുന്നത്, എൻ്റെ കുട്ടി നാട്ടിലാണ്, അപ്പം എനിക്ക് നാട്ടിലേക്ക് പോയിട്ട് എനിക്കും കുട്ടിക്കും ഒരുമിച്ച് മാത്രമേ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്ന്. അതിനൊരു തടസ്സവും ഉണ്ടാവുന്നില്ല. കുട്ടിക്ക് നാട്ടിൽ നിന്ന് തന്നെ വിസ ആപ്ലിക്കേഷൻ വെച്ചാൽ മതി. പാരലി കുട്ടിയുടെ ഫാദറും ഏത് കൺട്രിയിൽ നിന്നാണോ പാരലി ആ ടൈമിൽ തന്നെ വിസ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവർ ഏത് കൺട്രിയിലാണോ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രിയിലാണ് നിൽക്കുന്നതെങ്കിൽ അവിടുന്ന് തന്നെ അവർക്ക് ബയോമെട്രിക് പ്രൊസീജിയറും കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു സിംഗിൾ പേരൻ്റ് ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടീനെയും UK കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ്, ഒത്തിരി ക്വസ്റ്റ്യൻസും നമുക്ക് വരാറുണ്ട്.
അപ്പം അതിന് വേണ്ടിയിട്ട് മെയിനായിട്ടും നിങ്ങളുടെ ചൈൽഡിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കംപ്ലീറ്റ് നിങ്ങളാണെന്നുള്ളൊരു ഡോക്യുമെൻറ്റ് വേണം. സോൾ റെസ്പോൺസിബിലിറ്റി നിങ്ങൾ തന്നെയാണെന്നുള്ളൊരു ഡോക്യുമെൻറ്റ് കോർട്ടിൽ നിന്നും നമുക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിസ ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പേഴ്സണൽ സർക്കംസ്റ്റൻസസ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ട് അഡീഷണൽ ഡോക്യുമെൻറ്റ്സും സപ്പോർട്ടിങ്ങിന് വെച്ചാൽ മതി. കുട്ടിയെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിന് പ്രത്യേകിച്ച് ഒരു തടസ്സങ്ങളുമില്ല. അടുത്തത്, നിങ്ങൾക്ക് എത്ര നാൾ യു കെയിൽ നിൽക്കാം? ഡിപ്പെൻഡൻറ്റ് വിസയിൽ യു കെയിലോട്ട് പോകുന്നവർക്ക് നിങ്ങളുടെ പാർട്ട്ണർക്ക് എത്ര നാളത്തെ വിസ വാലിഡിറ്റി ഉണ്ടോ അത്രയും നാളത്തേന് തന്നെയായിരിക്കും നിങ്ങൾക്ക് ഡിപ്പെൻഡൻസിനും വിസ ഇഷ്യൂ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ പാർട്ട്ണർക്ക് യു കെയിൽ 3 വർഷത്തേനുള്ള വിസ വാലിഡിറ്റിയാണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്കും യു കെയിൽ 3 വർഷം നിൽക്കാവുന്നതാണ്. പക്ഷേ നിങ്ങളുടെ സ്പൗസ് യു കെയിൽ കെയറർ വിസയിലാണ് നിൽക്കുന്നതെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ സ്പൗസിൻ്റെ COS സ്പോൺസർഷിപ്പ് ഡോക്യുമെൻറ്റ് 2024 മാർച്ച് 11 ശേഷമാണ് ഇഷ്യൂ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഈ വർഷം വന്ന ഇമിഗ്രേഷൻ റൂൾസ് കാര്യങ്ങളെല്ലാം മാറി ഇപ്പം വന്ന അപ്ഡേറ്റ് ആണത്. ഈ ഒരു കെയറർ വിസ കാറ്റഗറിയിലുള്ളവർക്ക് മാത്രം ഡിപ്പെൻഡൻസിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയില്ല. ഇനീഷ്യലി നിങ്ങൾക്ക് വിസ സ്റ്റാമ്പ് ചെയ്യുന്നത് പാസ്പോർട്ടിൽ 3 മന്ത്സിലേക്കായിരിക്കും. വിതിൻ ദാറ്റ് പീരീഡ് നിങ്ങൾ ഫസ്റ്റ് യു കെയിലോട്ട് എൻട്രി ചെയ്യണം. ഇനി ആ ഒരു കാലാവധിക്കുള്ളിൽ എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഒരു വിസ ആപ്ലിക്കേഷൻ എക്സ്റ്റൻഷന് വെക്കാം. വിഗ്നെറ്റ് ആപ്ലിക്കേഷൻ വീണ്ടും നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ്. പക്ഷേ അപ്പം അഡീഷണലി വീണ്ടും നിങ്ങൾ ഓൺലൈനായിട്ടൊരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുകയും അതിന് വേണ്ടിയിട്ടുള്ള ഫീസും കാര്യങ്ങളും എല്ലാം നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നുണ്ട്. അതുമാത്രമല്ല, ആ ഒരു ടൈമിൽ നിങ്ങൾ വീണ്ടും ഒരു എക്സ്റ്റൻഷന് വെക്കുമ്പോൾ നിങ്ങളുടെ ട്യൂബർക്ലോസിസ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് എക്സ്പയർ ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു വാലിഡ് ആയിട്ടുള്ള TB ചെക്കപ്പ് കൂടി നിങ്ങൾ നടത്തേണ്ടി വരും. അതിനുശേഷം ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് രണ്ടാമത് വീണ്ടും നിങ്ങൾ പാസ്പോർട്ട് VFS സബ്മിറ്റ് ചെയ്തിട്ടാണ് വിസ സ്റ്റാമ്പ് ചെയ്ത് വരുന്നത്. അഡീഷണലി വരുന്നത് ഫണ്ട് റിക്വയർമെൻ്റ് ആണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ സ്പോൺസർ അവർക്ക് ഇഷ്യൂ ചെയ്തിരിക്കുന്ന സ്പോൺസർഷിപ്പ് ലെറ്ററിൽ അവർക്ക് വേണ്ടിയിട്ട് മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ എന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. എംപ്ലോയർ മെയിൻ്റനൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫണ്ട് റിക്വയർമെൻറ്റ് വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റും വിസ ആപ്ലിക്കേഷൻ്റെ കൂടെ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. അതുമാത്രമല്ല, നിങ്ങൾക്ക് യു കെയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യാനും പഠിക്കാനും അവിടുന്ന് വേറെ കൺട്രീസിലേക്കൊക്കെ ട്രാവൽ ചെയ്യാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ യു കെയിൽ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ചെന്ന് കഴിഞ്ഞാൽ 5 വർഷത്തിന് ശേഷം നിങ്ങൾ സെറ്റിൽമെൻറ്റ് വിസ അല്ലെങ്കിൽ PR ആപ്ലിക്കേഷനിലേക്കും എലിജിബിൾ ആവുന്നതാണ്. നിങ്ങൾക്കിനി കൂടുതലായിട്ട് ഡിപ്പെൻഡൻറ്റ് വിസ ആപ്ലിക്കേഷനെ പറ്റി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ വിസ റൂട്ട്സിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.